നിയമത്തിന്റെ പഴുതുകൾക്കിടയിലൂടെ വഴുതി മാറാൻ ഒരു അതിബുദ്ധിമാനായ തിരക്കഥാകൃത്തിന്റെ തന്ത്രവുമായി നടൻ മണിയൻ പിള്ള രാജു. വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിന് മുന്നിൽ വെച്ച് 2 യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പാഞ്ഞ താരം കൃത്യം 11 മണിക്കൂർ പിന്നിട്ടപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങി. രക്തത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ കഴിയുന്ന ആ 8 മണിക്കൂർ എന്ന നിർണായക സമയം ഒളിവിലിരുന്നു തള്ളി നീക്കിയ താരത്തിന് പിന്നിൽ ഒരു അതിബുദ്ധിമാന്റെ ഉപദേശമുണ്ടായിരുന്നുവെന്നാണ് സൂചന. ഇതോടെ മദ്യപിച്ചു വാഹനം ഓടിച്ചു എന്ന കുറ്റം ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാതെ പോലീസ് വെട്ടിലായിരിക്കുകയാണ്. താരത്തിന്റെ പുതിയ പ്രതികരണത്തിൽ വലിയ അസ്വാഭാവികതയാണ് നിഴലിക്കുന്നത്. തനിക്ക് ചിക്കുൻഗുനിയ ആണെന്നും അതുകൊണ്ടാണ് രാത്രി സ്റ്റേഷനിൽ വരാതിരുന്നതെന്നുമാണ് രാജുവിന്റെ മൊഴി. എന്നാൽ ചിക്കുൻഗുനിയ ബാധിച്ച് അവശനായ ഒരാൾ രാത്രി ട്രിവാൻഡ്രം ക്ലബിലെ പൊതുപരിപാടിയിൽ സംബന്ധിക്കാൻ പോയത് എങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടിയില്ല. പരിക്കേറ്റ നിവേദിനെയും സൂരജിനെയും രക്തം വാർന്ന നിലയിൽ റോഡിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ശേഷം സുഹൃത്തിനെ വിളിച്ചു എന്ന് പറയുന്നത് കൊലപാതക ശ്രമത്തിന് തുല്യമായ കുറ്റമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചിക്കുൻഗുനിയ പടരുന്ന രോഗമായതിനാൽ ഇത്തരം രോഗമുള്ളവർ പൊതുസ്ഥലത്ത് വരുന്നത് നിയമപരമായും തെറ്റാണ്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനം ഇടിച്ചുകൊന്ന കേസിൽ ശ്രീറാം വെങ്കട്രാമൻ ഉപയോഗിച്ച അതേ ടൈമിംഗ് തന്ത്രമാണ് ഇവിടെയും അരങ്ങേറിയത്. അന്ന് ശ്രീറാമിനെ രക്ഷിക്കാൻ കൂട്ടുനിന്ന മ്യൂസിയം പോലീസ് തന്നെയാണോ മണിയൻ പിള്ള രാജുവിനും തുണയായതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെ ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലായിരുന്നു അപകടം. പോലീസ് ആസ്ഥാനത്തിന് വിളിപ്പാടകലെ വെച്ച് 2 യുവാക്കളുടെ നട്ടെല്ലും കാലും തകർത്തിട്ടും തിരിഞ്ഞു നോക്കാതെ ആഡംബര കാർ പറന്നുപോയത് നഗരത്തെ ഞെട്ടിച്ചിരുന്നു. അപകടം നടന്നയുടൻ താരം ഒരു ഉന്നതനെ ബന്ധപ്പെട്ടതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തടി തപ്പിയതെന്നുമാണ് ലഭിക്കുന്ന വിവരം. രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ രാജു വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും പോലീസ് പിടികൂടിയില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടെ സ്വന്തം നിലയിൽ രക്തപരിശോധന നടത്തി മദ്യത്തിന്റെ അംശം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഈ അതിബുദ്ധിപരമായ നീക്കമെന്നാണ് വിവരം. അപകടത്തിന് ശേഷം 12-ാം മണിക്കൂറിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധന വെറും പ്രഹസനമായി മാറി. മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രതീക്ഷിതമാക്കാനുള്ള വിൻഡോ പീരീഡ് വരെ പോലീസിന്റെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നുവെന്ന് സംശയിക്കപ്പെടുന്നു. ഭയം കാരണമാണ് നിർത്താതെ പോയതെന്നും വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കായിരുന്നുവെന്നുമുള്ള വൈകാരിക വാദങ്ങൾ നിരത്തി രക്ഷപ്പെടാനാണ് ശ്രമം. പരിക്കേറ്റവരുടെ നട്ടെല്ലും കാലും തകർന്ന അപകടത്തിൽ കേവലം അപകടകരമായി വാഹനമോടിച്ചു എന്ന വകുപ്പ് മാത്രം ചുമത്തി കേസ് ഒതുക്കി തീർക്കാനാണ് നീക്കം. സാധാരണക്കാരനാണെങ്കിൽ അപ്പോൾ തന്നെ അകത്താകുമായിരുന്ന കേസിൽ പണവും സ്വാധീനവുമുള്ള താരം നിയമത്തെ വെല്ലുവിളിച്ച് ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നത് പോലീസിനും നാണക്കേടായി മാറിയിരിക്കുകയാണ്.